മിശ്രേ, തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ ഒരു സമരം നടക്കുന്നുണ്ട്. അതിൽ കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കാൻ കഴിയാത്തതെന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്. അതിന്റെ മറുപടിയെല്ലാം വന്നല്ലോ. കേന്ദ്രം പറഞ്ഞു, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ് അത് ഇടപെട്ടു, പാർട്ടി തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. കേന്ദ്രം വിശദീകരിച്ചല്ലോ അതിന്റെ കണക്ക് സഹിതം. അല്ലാതെ സംസ്ഥാന സർക്കാർ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് ആവർത്തിക്കുന്നതിൽ എന്തെങ്കിലും കഴപ്പുണ്ട്? അത് എപ്പോഴും സംഭവിക്കുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കേന്ദ്രം എന്ന് പറയും. അത് കേന്ദ്രത്തെ പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. എല്ലാം കൊടുക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ആദ്യം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അല്ലാതെ അതിനൊന്നും മറുപടി എന്തോ നിങ്ങൾ പറഞ്ഞു അപ്പോഴേ കേന്ദ്രം എന്ന് പറയും. എല്ലാത്തിനും പൈസ കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ. കണക്കാണ് പുറത്തുവിട്ടതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. നൽകാത്ത കണക്കിന്റെ അല്ല, അങ്ങനെയാണല്ലോ എപ്പോഴും പറയുന്നത്. എന്നിട്ടേ ഇല്ല, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അത് എപ്പോഴും 1 രൂപ പോലും 1 പൈസ പോലും എന്നാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 പൈസ പോലും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മന്ത്രിയല്ലേ പറയുന്നത്. കേന്ദ്രത്തിലെ മന്ത്രി അദ്ദേഹത്തിന്റെ കണക്ക് കിട്ടും. അപ്പൊ അത് ശരിയാണ്. മറ്റേത് ഇവര് ശരിയാണോ എന്ന് അവരല്ലേ പറയുന്നത്. അത് പറഞ്ഞില്ല, അതിന്റെ റിപ്പോർട്ടൊന്നും കണ്ടില്ലേ. അതെല്ലാം പത്രത്തില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കേന്ദ്രം കൊടുത്തു. എല്ലാം കൊടുത്തു. 120 രൂപ കൂടുതലും കൊടുത്തിട്ടുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഒഫീഷ്യലായിട്ട് സുരേഷ് ഗോപി സാറ് നട്ടജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ റിലീസ് ചെയ്തു. അതിൻ്റെ അകത്തിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഇന്നും പറയാം കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയാം, നാളെയും പറയാം. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി തന്നെ എല്ലാം അതേകാണല്ലോ ചെയ്യുന്നത്. ആദ്യം തന്നെ അത് ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നന്ദി കൊണ്ട്. കാരണം നേരത്തെ കിട്ടിയില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞ് തന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ അന്വേഷിക്കും. ഇപ്പോൾ കേന്ദ്രത്തിലോടൊരു ബഹുമാനം തോന്നും. അതെ, നിങ്ങളുടെ ഈ ഇതില്ല സോഷ്യൽ മീഡിയ പോലെയൊക്കെയുള്ള മീനൊന്നും വേണ്ടേ. പദ്ധതി കേന്ദ്രം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുപിടിച്ച് സമരം നടത്തി. അതിന്റെ നടപടികളുമായിട്ട് BJP തന്നെ വലിയ സമരത്തിലൊക്കെ ആയിരുന്നു. മദ്യനിർമ്മാണശാല വരുമോ? അതെനിക്കറിയത്തില്ല. മീൻ വരും. മീനുള്ള വെള്ളമുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കരിമീൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളാണ്. അത് കേന്ദ്രം തന്നെയല്ല, കേരള സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടി തന്നെയാണ്. കാരണം മത്സ്യരംഗത്ത് കേരളം വളരെയധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നമ്മുടെ മറൈൻ ഫിഷറീസ് രംഗത്ത് ഇന്ത്യയിലെ 1ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഫിഷിംഗ് ഹാർബർ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഞാൻ വന്നതിന് ശേഷം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രം തുടങ്ങിയതല്ല, ഇത് ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടുത്തെ നമ്മുടെ മത്സ്യപ്രവർത്തകരും കൃഷിക്കാരും. പക്ഷേ അക്വാകൾച്ചറിൽ നമ്മൾ പുറകിലാണ്. ഈ ഉൾനാടൻ കൃഷിയിൽ ആന്ധ്രാപ്രദേശുകാരാണ് മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ ഞാൻ ഒക്ടോബറിൽ വന്ന അവസരത്തിൽ ഇവിടെ 600 കുളങ്ങളുണ്ടെന്ന് ഇവിടെ ഗാന്ധി ആശ്രമത്തിൻ്റെ ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റുകളെ വിട്ടു. ഇവിടുത്തെ മന്ത്രിയായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അനുകൂലമാണെങ്കിൽ ഇവിടെ നടത്താം. ഇപ്പോൾ ഇത് പൈലറ്റ് പ്രോജക്റ്റാണ്, കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ പൈസയാണ്. കർഷകർക്ക് ഇനി അതിൻ്റെ പല രീതിയിലുള്ള പദ്ധതികളുണ്ട്, അത് നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജനങ്ങളിത് ആവശ്യപ്പെട്ടു. മീൻ വേണമെന്ന് അവർ പറഞ്ഞു. മീൻ കഴിക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെനിക്കറിയില്ല. ഇവിടെ കുളങ്ങളുണ്ട്. ഈ മറ്റുള്ള കാര്യത്തിന് വെള്ളമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മത്സ്യം വളർത്തുന്നതിനുള്ള കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. സയൻറ്റിസ്റ്റുകൾ വന്നു. അത് ഒക്ടോബറിൽ തൊട്ട് തന്നെ ദീപ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ICAR അവർ വന്നതാണ്. ഇവിടെ അവർ പരിശോധിച്ചതാണ്. അത് മീൻ വളർത്താൻ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് കണ്ടെത്തിയത്. മീൻ എൻ്റെ പണി അതാണല്ലോ. എനിക്ക് തന്നിരിക്കുന്നത് നരേന്ദ്രമോദി തന്നിരിക്കുന്ന പണിയല്ലേ, മീൻ വളർത്തുക, പശുവിനെ വളർത്തുക, അങ്ങനെയൊക്കെയുള്ള. അല്ല, അതവർ പഠിച്ചല്ലോ, സയൻറ്റിസ്റ്റുകൾ പഠിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഇതെടുത്തിരിക്കുന്നത്. ഈ കുളങ്ങളെ പറ്റി ഏതാണ് ഇത് വരൾച്ച ഉണ്ടാകുന്ന കുളങ്ങളിൽ നടത്തിയല്ല, ബാക്കിയുള്ള വറ്റിയല്ലാത്ത കുളങ്ങളെ പഠിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്.